അപ്പോഴേ ഈ നടന്നു വരുന്ന ആളാണ് ഇന്നത്തെ സ്റ്റാർ. ഇന്ന് April 28 എൻ്റെ കുഞ്ഞാളുടെ ബർത്ത്ഡേ ആണ്. 5 വയസ്സായിരിക്കുന്നത് കേട്ടോ. ആളോട് നടന്നു വാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വലിയ റാംപോക്കൊക്കെ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ മമ്മി ഇവിടെ പായസം ഉണ്ടാക്കാണ്. ഞാനും മമ്മിയോട് വിചാരിച്ച് രാവിലെ തന്നെ പായസം ഉണ്ടാക്കാന്ന്. കുഞ്ഞുമണീസ് രണ്ടുപേരും കുളിച്ചേച്ചൊക്കെ ഇരിക്കുവാണ് രാവിലെ കേട്ടോ. അപ്പോൾ അപ്പാൻ്റെ ഇടയ്ക്ക് കയറി സ്നേഹപ്രകടനം കാണിക്കുന്ന വേറെ ഒന്നുമല്ല, കുളിച്ചൊരുങ്ങി വന്നിട്ട് അപ്പ വിഷ് ചെയ്തില്ല. അപ്പം എന്തെന്നെ വിഷ് ചെയ്തിന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അപ്പോൾ ഓർത്തത് തന്നെ കേട്ടോ. പിന്നെ ചാടി എടുത്ത് വിഷൊക്കെ ചെയ്യിച്ചു. അപ്പോഴേക്കും ചേച്ചിപ്പെട്ട് ദേ ഒരു കാർഡും കൊണ്ടൊക്കെ വന്നു കേട്ടോ. അതും സ്കേറ്റിങ്ങിൽ കയറി. ഞാൻ പറഞ്ഞു വീഴുവൊന്നും ചെയ്തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചാടെ കൊടുത്ത ഉടനെ അവൾ നേരെ അത് അപ്പാടെ കൊടുത്തു. വേറെ ഒന്നും അല്ലാതെ അനീത്തിക്കൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അവളായിട്ട് കൈയും കൊണ്ട് വരച്ച് എടുത്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അനീത്തിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി കൊടുത്ത കാർഡ് കണ്ടപ്പോൾ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ സൈഡായിട്ട് നിന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ക്യാഷും കിസ്മിസും ഒക്കെ വറുത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മമ്മിയുടെ കൂടെ സൈഡിലൊരു ഷെഫായിട്ട് നിന്നതേ ഉള്ളൂ, അസിസ്റ്റൻറ്റ് ഷെഫായിട്ട്. മമ്മിയായിരുന്നു മെയിൻ ഷെഫ് കേട്ടോ. പായസം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ അടപ്രഥമനൊക്കെ മമ്മി നന്നായിട്ടുണ്ടാക്കും. അപ്പോൾ മമ്മി അത് ഉണ്ടാക്കിയത് എല്ലാം കറക്റ്റാക്കി തന്നു. അപ്പോൾ ആദ്യം ഇല്ല ഗണപതിക്ക് കൊടുക്കാമെന്ന് പറയുന്ന പോലെ എൻ്റെ തന്നിച്ച് തുടങ്ങും മധുരമൊക്കെ കറക്റ്റാണെന്ന് നോക്കാൻ. അപ്പോൾ കറക്റ്റായിരുന്നല്ല. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി എടുത്ത് ദേ കുഞ്ഞുമണിക്ക് കൊടുത്തു. ആൾക്കും പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ആദ്യം മധുരം ഇച്ചിരി കൊടുക്കാതെ വെച്ചിട്ട് ദേ പായസം ഇച്ചിരി കൊടുത്തു. ആൾ ഹാപ്പിയായി. അപ്പം ഞാൻ പറഞ്ഞു ദേ എന്നോടല്ല സ്നേഹപ്രകടനം കാണിക്കട്ടെ, അമ്മച്ചിയോട് താങ്ക്സ് പറഞ്ഞാൽ അമ്മച്ചിയാണോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഓടിപ്പോയി അമ്മച്ചിയുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വലിയ ആൾക്കും കൊടുത്തു കേട്ടോ. ആള് ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്ത് കുടിച്ചിട്ട് സൂപ്പറാണെന്ന് കാണിച്ചു കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടൊന്നും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിലൊന്ന് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞുമണിയുടെ ഒരു ചെറിയൊരു ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് എല്ലാവരും പോയാൽ മതിയേ. ബൈ. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാന്തുമ്പി കണ്ണും നട്ട് പൊന്നാരം പറയേണ്ടേ കണ്ണീറയേ, വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ.